ഇതിൻ്റെ കൂടെയുള്ള ട്യൂബറാണ് നമ്മൾ ഈ നട്ട് ഇപ്പോൾ ഈ പരുവത്തിൽ ഇപ്പോൾ പോയിട്ട് നിൽക്കുന്നത്. പോയിട്ട് മീൻസ് ഇതേ കണ്ടോ, ഇപ്പോൾ മുട്ടിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ബാക്കിയുള്ള ട്യൂബർ നമ്മൾ നടുവാണിപ്പോൾ. ഇതാണ് ട്യൂബർ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇതാണ് നമ്മൾ താമരയ്ക്ക് നടുന്നത്. ഇതിന് ട്യൂബർ എന്ന് പറഞ്ഞ സാധനം. ഇപ്പോൾ ഇങ്ങനെ റൗണ്ടിലുണ്ടാകുന്നു. ഒരെണ്ണം വെച്ച് ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ അത് ആ പൂക്കാലം ആകുമ്പോഴത്തേക്ക് ഫുള്ള് റൗണ്ടിന് കിട്ടും. അപ്പോൾ നമുക്ക് കുറേ വിത്ത് കിട്ടും. ഓരോ നമുക്ക് കുറേ വിത്ത് കിട്ടും. അപ്പോൾ അതിൽ ഒരെണ്ണമാണ് നമ്മൾ ഇവിടെ നട്ടത്. നട്ടിപ്പോൾ കുറച്ച് നാളായി, സമയവും ചാണകവും ഇല്ലാത്തതുകൊണ്ട് മാറ്റി വെച്ചിരുന്നേ. ഇപ്പോഴും നമുക്ക് ചാണകത്തിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് നമ്മൾ കടയിൽ നിന്ന് 5 കിലോയുടെ ചാണകപ്പൊടിയാണ് വാങ്ങിയേക്കുന്നത്. അപ്പോൾ അത് അടിയിൽ ഒരു ലെയറായിട്ട് ഇടുക. പിന്നെ വേണമെങ്കിൽ മണ്ണിൻ്റെ കൂടെ നമുക്ക് കുറച്ച് എല്ലുപൊടി മിക്സ് ചെയ്യാം. പക്ഷേ അത് പന്നിശല്യമൊക്കെ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ സാധാരണ ഒരു ലെയർ അടിയിൽ ഒരു 3 ഇഞ്ച് കണത്തിൽ ചാണകപ്പൊടി ഇട്ട് അതിൻ്റെ മുകളിൽ ഇടഞ്ഞു വാരിയ കല്ലൊക്കെ നീക്കം ചെയ്ത് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. മണ്ണിനടിയിലേക്ക് ഒരു സൈഡിലേക്ക് ട്യൂബർ വെച്ച് കൊടുക്കുക. നടുക്ക് വെക്കരുത്, ഒരു സൈഡിൽ വെക്കുക. അത് വെച്ച് കൊടുത്തിട്ട് പിന്നെ ഒത്തിരി താഴ്ത്തിയും വെക്കരുത്, ഒത്തിരി പൊങ്ങിയും കിടക്കരുത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ പൊങ്ങി വരാൻ സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ മണ്ണിട്ട് നിരത്തി അത് ഒരു സൈഡിലേക്ക് ട്യൂബറും വെച്ചു. ഇനി അടുത്ത ഘട്ടം വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. വെള്ളം കുത്തനെ ഒഴിക്കരുത്, കാരണം ട്യൂബർ പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. പയ്യെ അടിയിലൊന്ന് കുതിർന്ന് വരുമ്പോഴത്തേക്ക് ഒഴിച്ചു കൊടുക്കാവൂ. കാരണം കുത്തനായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പ്രഷർ കൊണ്ട് നമ്മുടെ ട്യൂബർ മണ്ണിൽ നിന്ന് പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പയ്യെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, തണലത്ത് കൊണ്ട് വെക്കാൻ പാടില്ല. അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെക്കണം, എങ്കിലേ താമര പൂ ഇടത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നിൽക്കത്തതേ ഉള്ളൂ. ഇങ്ങനെ വെള്ളം ഒറ്റടിക്ക് ഒഴിക്കരുത്. ഇങ്ങനെ പയ്യെ താഴ്ന്നേ ഫില്ലായി വെള്ളം കയറി വരണം. പിന്നെ മണ്ണിടുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല മണ്ണായിരിക്കണം. അതിനിപ്പോൾ ചെളി വേണമെന്നൊന്നുമില്ല, നല്ല മണ്ണ് മതി. ഇച്ചിരി എല്ലുപൊടിയൊക്കെ ഇട്ട് മണ്ണ് മിക്സ് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ നന്നായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ചാണകവും മണ്ണുമായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. രണ്ട് ലെയറായിട്ട് വേണം ഇടാൻ. ഏകദേശം നമുക്ക് വെള്ളം ഫില്ലായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഒരാഴ്ച കൊണ്ട് ഈ തണ്ടുകളൊക്കെ മേപ്പോട്ട് പൊങ്ങി അത്യാവശ്യം നല്ല ഇതളായി വരും. ഇതിപ്പോൾ നമുക്ക് ഏതാണ്ട് 3 മുട്ട ആയിട്ടുണ്ട്, നല്ല രീതിക്ക് വരുന്നുണ്ട്.